എല്ലാവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ താഴെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെടും. അതായത് നിങ്ങൾ ഫിലിം ഫീൽഡിൽ ഫിലിം സ്റ്റാർ ആക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സീരിയൽ ആക്ടേഴ്സ്, അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, അതായത് ആക്ടിങ്, സിംഗിങ്, ഡാൻസിങ്, അത്രയും നിങ്ങളുടെ സ്കില്ല് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസുകൾ നൽകുന്ന ഇപ്പോൾ ട്യൂട്ടോറിയൽസ്, എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ എക്സ്പേർട്ടായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന അത്തരത്തിലുള്ള വീഡിയോ നിർമ്മിക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ, പിന്നെ ആർക്കിടെക്ട്സ് ആണെങ്കിൽ, അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡേഴ്സ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആർക്ക് തന്നെയും, അതായത് ഇത്തരത്തിലുള്ള പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബാധകമായിട്ടുള്ള ആ ഒരു ടാക്സ് എങ്ങനെയാണ്, ഏത് ITR ഫോമാണ് ഉപയോഗിക്കേണ്ടത്, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടാക്സ് കുറച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ITR സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇൻകം ടാക്സിൻ്റെ ടെർമിനോളജി പ്രകാരം പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണ്, അല്ലെങ്കിൽ ഈ വർഷം ബാധകമായിട്ടുള്ള പ്രീവിയസ് ഇയർ ഏതാണ്, അസസ്മെൻറ്റ് ഇയർ ഏതാണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് ഏത് വർഷത്തെ ടാക്സാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് മാർച്ച് 31 മുമ്പ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു ചില കേസുകളിൽ. ഇനി നമുക്ക് ജൂലൈ 30 മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി അസസ്മെൻറ്റ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ തുടങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് 2024-25 വർഷത്തെ ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ 2024-25 വർഷത്തെ നമുക്ക് കിട്ടിയ വരുമാനത്തിൽ മേലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഏത് വർഷത്തെ വരുമാനത്തിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, അതിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-25 ആണ്, 2024-25 ആണ്. അപ്പോൾ അത് 1 ഏപ്രിൽ 2024 തൊട്ട് 31 മാർച്ച് 2025 വരെയാണ് കാലയളവുള്ളത്. അതായത് നിങ്ങൾക്ക് ഏപ്രിൽ 1, 2024 മുതൽ 31 മാർച്ച് 2025 വരെ നിങ്ങൾക്ക് ഏൺ ചെയ്ത ഇൻകം, കിട്ടിയ ഇൻകത്തിന്മേലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത് ഈ ഒരു അസസ്മെൻറ്റ് ഇയറിലാണ്. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ അസസ് ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടത് ആ ഒരു ഇയറിനാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. 2025-26 അല്ലേ. അതായത് നമ്മുടെ ഈ ജൂലൈ 30 മുമ്പാണ് ഇൻകം ടാക്സ് റിട്ടേണും മറ്റും ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടാക്സ് ഫയൽഡ് ഫോർ ഇൻകം ഏൺഡ് ഫിനാൻഷ്യൽ ഇയർ 2024-25 അല്ലേ, ഈ വർഷത്തെയാണ് നമ്മൾ ഇതിന്മേലുള്ള ഇൻകമാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ കൊണ്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് പ്രസംറ്റീവ് അഡ്വാൻസ് ടാക്സ്, അല്ലെങ്കിൽ പ്രസംറ്റീവ് ടാക്സ് മേൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. എന്താണ് പ്രസംറ്റീവ് ടാക്സ് എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. ഏതായാലും അതിൻ്റെ ഡേറ്റോട് ഞാനൊന്ന് പറഞ്ഞേക്കാം. പ്രസംറ്റീവ് ടാക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പ്രസംറ്റീവ് ടാക്സേഷനാണ് ആപ്ലിക്കബിൾ ആവുന്നതെങ്കിൽ മാർച്ച് 15 മുമ്പായിട്ട്, 2025 മാർച്ച് 15 മുമ്പായിട്ട് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അടച്ചിട്ടുണ്ടാവില്ല. അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് സഹിതം അടയ്ക്കാവുന്നതേ ഉള്ളൂ, ഓർത്തിരിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, നമ്മുടെ അതിന് ശേഷം നമ്മൾ ടാക്സ് ഇങ്ങനെ അടച്ചതിന് ശേഷം എല്ലാ വർഷവും നമ്മൾ ITR നമ്മൾ ഫയൽ ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അത് അസസ്മെൻറ്റ് ഇയർ 25-26 നമുക്ക് ITR ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ബാധകമല്ലാത്ത ആളുകളുടെ കേസിൽ ജൂലൈ 30 മുമ്പായിട്ട്, 2025 ജൂലൈ 30 മുമ്പായിട്ട് നമ്മൾ ITR ഫയൽ ചെയ്യണം. ഇനി ടാക്സ് ഓഡിറ്റ് ബാധകമായിട്ടുള്ള കേസാണെങ്കിൽ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾക്ക് നമ്മുടെ കണക്കുകൾ പരിശോധിപ്പിച്ച് സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് 31 ഒക്ടോബർ 2025 ആണ്. ഒക്ടോബർ 31 വരെ, 2025 ഒക്ടോബർ 31 വരെ അതിന് സമയമുണ്ടാകും. ഇനി നമുക്ക് ബാധകമായിട്ടുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രസംറ്റീവ് ടാക്സേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്, പ്രസംറ്റീവ് ടാക്സേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രസംറ്റീവ് ടാക്സേഷൻ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഏത് പരിധി വരെയാണ് പ്രസംറ്റീവ് ടാക്സേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഏതായാലും ഈ ഒരു ടാക്സേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇനത്തിൽ വലിയ കുറവ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് ബാധകമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡാണ് പ്രസംറ്റീവ് ടാക്സേഷൻ എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് നമ്മൾ ചെറിയ ബിസിനസ്സുകാർക്കും ഒപ്പം തന്നെ പ്രൊഫഷണൽസിനും വേണ്ടിയാണ് ഈ ഒരു പ്രസംറ്റീവ് ടാക്സേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കേസിൽ
ചെറിയ ബിസിനസ്സുകാരുടെ കേസിൽ നമ്മൾ 44AD എന്ന് പറയുന്ന ഒരു സെക്ഷൻ പ്രകാരമാണ്. പ്രൊഫഷണൽസിൻ്റെ കേസിൽ നമ്മൾ 44ADA എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമാണിത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ ബിസിനസ്സിൻ്റെ കേസിലുള്ള നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഡീറ്റെയിൽഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഓഡിറ്ററെ കൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻകത്തിൽ മേൽ നമുക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി സാധിക്കും. ദ ടാക്സ് പെയർ ഡിക്ലൈസ് ഇൻകം അറ്റ് എ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രകാരം നമ്മൾ ടാക്സ് പെയർ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ യഥാർത്ഥ ഇൻകം എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കീ ഫീച്ചർ നമ്മൾ പറഞ്ഞ പോലെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓഡിറ്റിൻ്റെ ആവശ്യമില്ല, നമ്മുടെ പേപ്പർ വർക്കും ഒപ്പം തന്നെ ടാക്സ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നൂലാമാലകളെല്ലാം വളരെ കുറച്ച് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള അടിസ്ഥാനത്തിലാണ് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങളും മറ്റു കാര്യങ്ങളും തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അതായത് 44ADA പ്രകാരം പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഗ്രോസ് റെസിപ്റ്റ് നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞൊരു കാലയളവുണ്ടല്ലോ പ്രീവിയസ് ഇയറിൽ നമുക്ക് ആ ഒരു വർഷക്കാലം നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 75 lakhs വരെയാണെങ്കിൽ അതായത് 75 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രോസ് റെസിപ്റ്റിന് നമുക്ക് കിട്ടിയ ഇൻകത്തിൻ്റെ 50% ആണ് നമ്മുടെ യഥാർത്ഥ ഇൻകം എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതായത് അതിൻ്റെ പകുതി നമുക്ക് ഇൻകമായിട്ട് കരുതിക്കൊണ്ട് അതിന്മേൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നോക്കുക, ടു ക്ലെയിം ദ 75 lakhs ടാക്സ് ലിമിറ്റ് നമുക്ക് 75 ലക്ഷം എന്ന് പറയുന്ന ഒരു ടാക്സ് ലിമിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് 95% ഓഫ് അവർ ഗ്രോസ് റെസിപ്റ്റ് നമുക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ 95% നോൺ ക്യാഷ് മോഡ്സിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ UPI പേയ്മെൻ്റ് ആയിരിക്കാം, ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കാം, ചെക്ക് വഴിയുള്ളതായിരിക്കാം. അതായത് നമ്മൾ റെഡിയായിട്ട് കയ്യിൽ ക്യാഷ് വാങ്ങിച്ചത് 5% കൂടാൻ പാടില്ലെന്നാണ്. 95% എന്തായിരിക്കണം, അത് ഇതുപോലുള്ള അക്കൗണ്ട് വഴിയുള്ള ട്രാൻസ്ഫർ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് 75 lakhs വരെ നമുക്ക് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് 50 ലക്ഷം വരെ ആയിരിക്കും അല്ലേ, 50 ലക്ഷം പിന്നീട് 50 ലക്ഷം വരെ ആയിരിക്കും. അതായത് നമ്മൾ 5% കൂടുതൽ നമ്മൾ ക്യാഷായിട്ടാണ് കൈവച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് 50 ലക്ഷം വരെയുള്ള വരുമാനത്തിൽ മാത്രമേ ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇപ്പോൾ 50 lakhs ആണ് വരുമാനം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 60 lakh ആണ് വരുമാനം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെ പകുതി 50% എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 50% അതായത് 30 ലക്ഷത്തിന്മേൽ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് കൃത്യമായിട്ടുള്ള ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 50% മേലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അടച്ചാൽ മതിയാവും. ഇനി ഇതിനു വേണ്ടി ഏത് ITR ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതായത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ പല ഫോമുകളുണ്ട്, നമുക്കറിയാം 7ഓളം ഫോമുകളുണ്ട്. അതിൽ ഏത് ITR ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമുക്കിതിനു വേണ്ടി ITR 4 അല്ലെങ്കിൽ ITR 3 ആണ് ഉപയോഗിക്കേണ്ടത്. ITR 4 അല്ലെങ്കിൽ ITR 3. നമ്മൾ ITR 4 ഉപയോഗിക്കാൻ വേണ്ടി എലിജിബിൾ ആയിട്ട് ആളുകൾ എന്ന് പറയുന്നത് നോക്കുക, ITR 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഫയൽഡ് ബൈ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. നമ്മളൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, ഇന്ത്യയിലുള്ള ഇൻഡിവിജ്വൽ, ഒപ്പം തന്നെ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽപ്പെട്ടത് അല്ലെങ്കിൽ ഫേം, ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിലും അവർക്കെല്ലാം ഈ ITR 4 ഫയൽ ചെയ്യാം. LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് അത് സാധിക്കുന്നതല്ല. ഇൻകം നോട്ട് എക്സീഡിങ് 50 lakhs ഡ്യൂറിങ് ദി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ അല്ലേ, അതായത് നമുക്ക് 50 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 75 lakhs കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ITR 3 ആണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 50 ലക്ഷത്തിൽ കൂടാതെ വരുമാനം ഉണ്ടായിരിക്കുകയും ഒപ്പം തന്നെ നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷൻ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സാലറി, ഒരു ഹൗസ് പ്രോപ്പർട്ടി, അത് ഏതെങ്കിലും ഒരൊറ്റ വീട്ടിൽ നിന്നുള്ള വരുമാനം, റെൻറ്റ് പോലുള്ള വരുമാനങ്ങൾ, അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് 5000 രൂപ താഴെയുള്ള വരുമാനം, നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതിന്മേൽ നിന്ന് വരുമാനം, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, അതെല്ലാം നമുക്ക് ഇവിടെ കണക്കിലെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഉള്ളെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ITR 4 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഇൻകം അല്ലാതെ മറ്റു വരുമാനങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് നമുക്ക് ഷെയറുകൾ വാങ്ങി വിൽക്കുക ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് മേൽ നമ്മൾ വരുമാനം ഉണ്ടെങ്കിൽ, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങി വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അല്ലേ. പത്രത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ പോലുള്ള മറ്റ് വരുമാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ITR 3 ആണ് ഫയൽ ചെയ്യേണ്ടത്, ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 44ADA പ്രകാരമാണ്
പ്രസംറ്റീവ് ടാക്സേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ. അതായത് നമുക്ക് 50%, നമ്മുടെ ഗ്രോസ് റെസിപ്റ്റിൻ്റെ 50% നമ്മുടെ ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്ത് അതിന്മേൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരു 12 ലക്ഷമാണ് നമ്മുടെ ഗ്രോസ് റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തെ വരുമാനം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 50% പ്രസംറ്റീവ് ഇൻകമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് 6 ലക്ഷമാണ് നമ്മുടെ ഇൻകം എന്ന് നമ്മൾ ടാക്സിൻ്റെ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ കരുതുന്നു അല്ലേ. അപ്പോൾ 6 ലക്ഷമാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കുക. അപ്പോൾ നമുക്കൊരു ഓൾഡ് റെജീമാണ്, നമുക്കറിയാം ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ ഓൾഡ് റെജീമും ന്യൂ റെജീമും ഉണ്ട്. ഓൾഡ് റെജീമിലാണ് ഈ ടാക്സിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓൾഡ് റെജീം പ്രകാരം നമുക്ക് ആദ്യത്തെ 2 ലക്ഷത്തിന് ടാക്സ് ഇല്ല, 2 ലക്ഷത്തിന് നില്ലാണ്. പിന്നെ മൊത്തം 6 ലക്ഷമാണുള്ളത് അല്ലേ. ബാക്കിയുള്ള 2 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെയുള്ളത് നമ്മൾ 5% ടാക്സ് കൊടുക്കണം. അപ്പോൾ 12,500 ടാക്സ് വരും. പിന്നെ ബാക്കിയുള്ള 1 ലക്ഷം അല്ലേ, 5 ലക്ഷം മുതൽ 6 ലക്ഷമാണ് മൊത്തം ഉള്ളത്. ബാക്കിയുള്ള 1 ലക്ഷത്തിന് മേൽ 20% ടാക്സ് 20,000 ടാക്സ് വരും. അപ്പോൾ ടോട്ടൽ ടാക്സ് 32,500 വരുന്നല്ലേ. അതിൻ്റെ കൂടെ ഒരു 4% സെസ്സോടെ ആപ്ലിക്കബിൾ ആണ്. അതോടും കൂട്ടുമ്പോൾ 33,800 രൂപയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വരുമാനം മൊത്തം 12 ലക്ഷം. പ്രസൻറ്റീവ് ടാക്സേഷൻ പ്രകാരം നമ്മൾ 6 ലക്ഷമായിട്ട് വരുമാനം എടുത്തു. അതിന്മേൽ നമ്മൾ 33,800 ടാക്സ് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു ഫിലിം സ്റ്റാറിൻ്റെ കേസ് എടുക്കാം. അദ്ദേഹത്തിന് 60 ലക്ഷമാണ് ഗ്രോസ് റെസിപ്റ്റ് എന്ന് വിചാരിക്കുക. ഒരു വർഷം 60 ലക്ഷമാണ് അദ്ദേഹത്തിന് വരുമാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സെനാരികളിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലദ്ദേഹം 60 ലക്ഷമാണ് വരുമാനം കിട്ടിയത്. അതിൽ 50%, 30 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് അദ്ദേഹത്തിന് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. അത് 50% തന്നെ ഡിക്ലെയർ ചെയ്യണം. 50% അതിന് മുകളിൽ ഡിക്ലെയർ ചെയ്യാം. പക്ഷേ അതിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറയുന്നതെങ്കിൽ ആ ഒരു കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ല അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പ്രസംറ്റീവ് ടാക്സേഷൻ പ്രകാരം നമുക്ക് കിട്ടിയ ഗ്രോസ് റെസിപ്റ്റ് അതിൻ്റെ പകുതി എമൗണ്ടാണ് ടാക്സബിൾ ഇൻകമായിട്ട് നമ്മൾ കരുതേണ്ടത്. അതായത് 50%ആണ് കരുതേണ്ടത്. എങ്കിലാണ് നമുക്ക് ഈ പ്രകാരം നമുക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോ നീഡ് ഫോർ ഡീറ്റെയിൽഡ് ബുക്സ് ഓർ ഓഡിറ്റിൻ്റെ ആവശ്യമില്ല. ബുക്കൊന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസൻറ്റീവ് ടാക്സേഷൻ പ്രകാരം അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കാം. ഇനി മറ്റൊരു കേസിൽ ആക്ച്വലി എനിക്ക് 20 ലക്ഷമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുക. അതായത് മൊത്തം 60 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 60 ലക്ഷത്തിൽ 20 ലക്ഷമാണ് യഥാർത്ഥ ഇൻകം, ബാക്കിയെല്ലാം ചിലവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, അതായത് 30 ലക്ഷത്തിന് പകരം അതിനേക്കാൾ താഴെ 50% താഴെ 20 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വരുമാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ല അതിനുശേഷമാണ് ആ വരുമാനത്തിലും അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടി വരിക. ഇനി 75 ലക്ഷം എന്നല്ല 80 ലക്ഷമാണ് വരുമാനം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ITR 3 ഫയൽ ചെയ്യണം. ITR 3 ഫയൽ ചെയ്യുമ്പോൾ അതിന്മേൽ കറക്റ്റായിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആയിരിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ടുള്ള ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിലവുകളെല്ലാം കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മേൽ ടാക്സ് കൊടുക്കേണ്ടതാണ് അല്ലേ. അദ്ദേഹത്തിന് ഏതെങ്കിലും ഫേമൊക്കെ നടത്തുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ സാലറി, മറ്റ് ചിലവുകൾ, ട്രാവലിംഗ് എക്സ്പെൻസുകൾ, അത്തരത്തിലുള്ള എല്ലാ ചിലവുകളും കുറച്ചതിന് ശേഷം യഥാർത്ഥ ഇൻകത്തിന് മേൽ ടാക്സ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ 28 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം എന്ന് അങ്ങനെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. ഓഡിറ്റിന് ശേഷം 28 ലക്ഷമാണ് യഥാർത്ഥ ഇൻകം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നമ്മൾ ഇതുപോലെ കുറച്ച് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6,78,600 രൂപ അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പ്രസംറ്റീവ് ടാക്സേഷനിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ബാധകമാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ടാക്സേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടാക്സ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അടയ്ക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാർച്ച് 15 മുമ്പായിട്ട് പ്രസംറ്റീവ് ടാക്സേഷൻ ആണെങ്കിൽ അടയ്ക്കണമായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പലിശ സഹിതം നമുക്ക് അടയ്ക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോർട്ടലിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പേ ടാക്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പർ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞ് OTP വാങ്ങുന്ന അതിനുശേഷം നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുവാണെങ്കിൽ മാർച്ച് 15 മുമ്പാണെങ്കിൽ അഡ്വാൻസ് ടാക്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സിൻ്റെ പേരിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് പേയ്മെൻറ്റ് നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് UPA രീതിയിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചെല്ലാൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്